ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഷെയ്ക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെറും 14 ദിവസം കൊണ്ട് നമുക്ക് വണ്ണം വയ്ക്കാനും കവിട് തുടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഷെയ്ക്കാട്ടോ. അതും വളരെ സിമ്പിളായിട്ട് വെറും 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഷെയ്ക്ക് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഒരു നേന്ത്രപ്പഴം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരു നേന്ത്രപ്പഴം ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴം തന്നെ എടുക്കണേ. മറ്റുള്ള പഴങ്ങളെക്കാളും ബെറ്റർ വണ്ണം വയ്ക്കാനൊക്കെ കൂടുതൽ നല്ലത് ഈ നേന്ത്രപ്പഴം എന്ന് പറയുന്നത് ചില നാട്ടിലൊക്കെ ഏത്തക്കാന്ന് പറയും. നമ്മുടെ ഇവിടെ കൊല്ലത്തൊക്കെ ഏത്തക്കാന്ന് പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു തന്നത്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പിടി കപ്പലണ്ടി കേട്ടോ. അപ്പോൾ ഒരു പിടി കപ്പലണ്ടിയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരാൾക്കുള്ള അളവിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു പിടി കപ്പലണ്ടിയും ഒരു നേന്ത്രപ്പഴം. ഇപ്പോൾ കൂടുതൽ പേരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇത് ചെയ്ത് കൊടുക്കുക. 2 പേരാണെങ്കിൽ 2 നേന്ത്രപ്പഴമൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. 2 പിടി കപ്പലണ്ടിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. നമ്മളിവിടെ നല്ല പശുവും പാലായിട്ട് എടുത്തോട്ടുള്ളത്. പാക്കറ്റ് പാലിനേക്കാളൊക്കെ കുറച്ചും കൂടി ബെറ്റർ വണ്ണം വയ്ക്കാനൊക്കെ വയ്ക്കുമ്പോൾ നല്ല പശുമ്പാൽ തന്നെ എടുക്കാൻ നോക്കുക. പശുമ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് തിളപ്പിച്ച പാലാട്ടാ. തിളപ്പിച്ച് ചൂട് ആറ്റിയ പാലാട്ടോ. തണുപ്പിച്ചതിന് ശേഷം ഉള്ള പാലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൗമ്യക്ക് ഉണ്ണിക്കൊക്കെ കൊടുക്കണതിനും ആണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. സൗമ്യ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഈ സാധാരണ പച്ചപ്പാലൊന്നും കുടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഞാനത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് പാല് ഒഴിച്ച് ഷേക്ക് ഉണ്ടാക്കണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കട്ടോ. അപ്പോൾ വലിയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം പഞ്ചസാര ചേർക്കാതിരിക്കട്ടോ നല്ലത്. ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം പഞ്ചസാര ഉപയോഗിക്കാതിരിക്കാം. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താലേ അവർ കഴിക്കത്തുള്ളൂ. ഞാനിവിടെ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അത് മതിയാവും. സൗമ്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഗർഭിണികൾക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കി കുടിക്കാവുന്നുള്ളൂ കേട്ടോ. അവർക്കും നല്ലത് തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറൊന്ന് അടച്ചു വെച്ചിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ഷേക്ക് ഇപ്പോൾ നമ്മൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ണം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ഒരു ഷേക്ക് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രീസ് ആയിട്ടുള്ള പാല് വെച്ചിട്ട് നമ്മൾ ഷേക്ക് അടിക്കണമെങ്കിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരു വീഡിയോയിലൂടെ കാണാം. ബൈ.